നരബലി കേസിലെ പ്രതി ലൈലയുടെ ആദ്യ ഭർത്താവിന്റെ മരണത്തിലും ദുരൂഹത. ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാനിന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ദക്ഷിണ മേഖല റേഞ്ച് DIG R നിശാന്തിനിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി വൈകുവോളം ഇവരെ കസ്റ്റഡിയിലെടുത്ത് ലൈലയെയും ഭഗവത് സിംഗിനെയും അടക്കം കസ്റ്റഡിയിലെടുത്ത് വിശദമായി ഇവരുടെ വീട്ടിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ലഭ്യമായ ചില സംശയങ്ങളാണ്, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ച ചില വിവരങ്ങളാണ് ഈ ലൈലയുടെ ആദ്യ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അസ്വാഭാവികതകളിലേക്ക് കൂടി പോലീസിന്റെ അന്വേഷണം നീളുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. ഇദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ വലംചുഴി സ്വദേശിയായിരുന്നു. 27 വർഷങ്ങൾക്ക് മുമ്പ് വലംചുഴിയിൽ ഒരു അങ്ങാടിക്കട നടത്തുകയായിരുന്നു ഇദ്ദേഹം. ആ 27 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ തമ്മിൽ പ്രണയിച്ച് വിവാഹിതരായി എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ വിവാഹബന്ധം 1.5 വർഷം മാത്രമാണ് നീണ്ടത്. പക്ഷേ ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവർ ചില വിശ്വാസങ്ങളുടെ ഭാഗമായി പൂജാകർമ്മങ്ങളും മറ്റും നടത്തിയിരുന്നു. തുടർന്ന് അവിടെ നിന്നായിരുന്നു ലൈലയിൽ അന്ധവിശ്വാസത്തിന്റെ വിത്ത് മുളച്ചു തുടങ്ങിയത്. അവിടെ തൊട്ട് അങ്ങോട്ട് ലൈലയുടെ ജീവിതത്തിൽ അടിമുടി ദുരൂഹതകളാണ്. കൃത്യമായി അന്ധവിശ്വാസത്തിലേക്ക് ഭഗവത് സിംഗിനെയും കൂടെ നയിക്കുന്ന സാഹചര്യം ഉടലെടുത്തത് ഈ ഒരു രാധാകൃഷ്ണന്റെ മരണത്തെ തുടർന്ന് ഇവരിൽ ഉണ്ടായിട്ടുള്ള ചില വിശ്വാസങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അസ്വാഭാവികതകളിലേക്ക് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നീളുന്നത്. എന്തായാലും രാധാകൃഷ്ണന്റെ സുഹൃത്തായിരുന്ന ശ്രീ നാരായണൻ നായർ ഇപ്പോൾ ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. ശ്രീ നാരായണൻ നായർ, വളരെ ദുരൂഹമായ, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 27 വർഷം മുമ്പ് മരണപ്പെട്ട രാധാകൃഷ്ണൻ എന്ന ലൈലയുടെ ആദ്യ ഭർത്താവിനെ കുറിച്ചുള്ള ചില അസ്വാഭാവികതകളും അസ്വാഭാവിക മരണത്തിന്റെ ചില സംശയങ്ങളും പോലീസ് അടക്കം പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് ഈ രാധാകൃഷ്ണനെ എത്ര വർഷമായിട്ട് അറിയായിരുന്നു? ഒരു 35 വർഷം കൊണ്ട് പരിചയമുണ്ട്. രാധാകൃഷ്ണന് പത്തനംതിട്ട ടൗണിൽ ഒരു അങ്ങാടിക്കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന കട അച്ഛന് ശേഷം രാധാകൃഷ്ണൻ നടത്തുകയായിരുന്നു. രാധാകൃഷ്ണനെ കണ്ടാൽ വളരെ സുമുഖനായൊരു ചെറുപ്പക്കാരനാണ്. ഈ പെൺകുട്ടി അതുവഴി സ്കൂളിൽ പോകുന്ന സമയത്ത് കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ സ്നേഹിച്ച് വിവാഹിതരായെന്നാണ് അറിവ്. പിന്നെ ഇവർക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം കുട്ടികളൊന്നും ഉണ്ടാവാതെ വന്നപ്പോൾ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അങ്ങനെ രാധാകൃഷ്ണൻ നല്ല രീതിയിൽ മദ്യപാനിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവരുടെ ഈ സാമ്പത്തിക പശ്ചാത്തലം രാധാകൃഷ്ണന്റേത് എങ്ങനെയായിരുന്നു? സാമ്പത്തികമായിട്ട് വളരെ നല്ല സാമ്പത്തികമാണ്. നല്ല ഭൂസ്വത്വം, അല്ലാതെ ബിസിനസിന്റെ ഇതിൽ നല്ല വരുമാനവും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നല്ല സാമ്പത്തിക ഉന്നതിയിലുണ്ടായിരുന്ന ആളാണ് രാധാകൃഷ്ണൻ. അപ്പൊ ഈ മരണം സംഭവിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? ഈ രാധാകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ടവർ ഒരു ദിവസം അച്ചൻകോലാറ്റിൽ ആള് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ ആണ് ഞങ്ങൾ അറിയുന്നത്. അപ്പൊ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പരാതികളൊന്നും നിങ്ങൾ നൽകിയിരുന്നില്ലേ? അന്ന് അങ്ങനെ ഒരു സംശയം നാട്ടുകാരുടെ ഇടയിൽ അധികം വ്യാപകമായിട്ട് ഉണ്ടായിട്ടില്ല. എന്നാലും പുച്ഛം ആ കാര്യം ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അതടക്കം അന്വേഷണ വിധേയമാകുകയാണ്. അപ്പോൾ ഈ ലൈലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അന്ന് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമായിരുന്നു ഈ മരണത്തിന്റെ സമയത്ത് വല്ലതും? ഈ മരണസമയത്ത്, രാധാകൃഷ്ണന്റെ മരണസമയത്ത് ലൈലയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. രാധാകൃഷ്ണന്റെ മരണം ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഇത് അന്വേഷിക്കുന്നത് ഫലപ്രദമാവും. രാധാകൃഷ്ണന്റെ ദുരൂഹ മരണത്തിൽ നിന്ന് തെളിവുണ്ടാകും എന്നുള്ള ഒരു സംശയമുണ്ട്. തീർച്ചയായിട്ടും ഗോപി, ആ വിവരങ്ങൾ തന്നെയാണ് രാധാകൃഷ്ണന്റെ സുഹൃത്തുക്കളടക്കം പത്തനംതിട്ടയിലെ വലംചുഴിയിൽ നിന്ന് നമ്മളോട് പങ്കുവെക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണത്തിലൂടെ രാധാകൃഷ്ണന്റെ അസ്വാഭാവിക മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളടക്കം പോലീസിന്റെ വിദഗ്ധ സംഘത്തിന് ഈ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് ഈ നാട്ടുകാരുടെയൊക്കെ പ്രതീക്ഷ. എന്തായാലും ഈ കേസിന്റെ അന്വേഷണം അത് ഓരോ ദിവസവും കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗോപി, ഡാനാണ് വിവരങ്ങൾ നൽകിയത്.